അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തെലുങ്കാനയിലെ കമ്മം എന്ന് പറയുന്ന സ്ഥലമാണ്. കമ്പം അല്ല, കമ്മം. കമ്പം തമിഴ്നാട്ടിലാണ്, ഇത് കമ്മം എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ലോഡറക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നിവിടെ ഞായറാഴ്ച ആയത് കാരണം അവധിയാണ്, ഗോഡൗൺ അവധിയാണ്. ഇതെല്ലാം കാര്യം ഞാനും എൻ്റെ വണ്ടിയുണ്ട്, പിന്നെ ഒരു കുളമുണ്ട് ഇവിടെ. അപ്പോഴേ ഞാൻ ഇവിടെ വന്നപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഒരു ഗ്രാനൈറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി പെർമിഷൻ ചോദിച്ചു, ഒന്ന് ഷൂട്ട് ചെയ്തോളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ നിങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ ഒരു അനുഭവമായിരിക്കും ഗ്രാനൈറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വലിയ പാറ കട്ട് ചെയ്ത് അത് പോളിഷ് ചെയ്തിട്ടാണ് ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ഭയങ്കരമായിട്ട് ഉണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാനുള്ള. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രാനൈറ്റ് ഫാക്ടറിയിലേക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നിട്ട് ഒന്ന് കണ്ടിട്ട് വരാം. വാ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഗ്രാനൈറ്റ് കമ്പനി. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. ഇത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊടിമരം നിൽപ്പുണ്ട്. കേരളം വിട്ട് കഴിഞ്ഞ് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ വളരെ റെയറാണ്. കൊൽക്കത്ത സൈഡിലോട്ടൊക്കെ ഉണ്ട്, എന്നാലും ഈ ഒരു ഭാഗത്തൊക്കെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊടിമരമൊക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ശ്രീ ശ്യാം ഗ്രാനൈറ്റ്സ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. അപ്പോൾ അവിടെ ഒരുപാട് ഗ്രാനൈറ്റുകളൊക്കെ റെഡി ആയതൊക്കെ വെച്ചിരിക്കുന്ന അതിൻ്റെ വേസ്റ്റ് പീസുകളൊക്കെ വെളിയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തെലുങ്കാനയിലെ കമ്മം എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബായി ആ ഒരു വലിയ ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഈ കല്ലുകൾ അല്ലെ പാറകൾ ഉയർത്തുകയാണ്. അതിനുശേഷമാണ് അതിൻ്റെ കട്ടിങ് പ്രോസസ്സുകൾ ബാക്കി നടക്കുന്നത്. ഈ ഒരു വലിയൊരു ക്രെയിനാണ് ഈ പാറകളെ ഉയർത്തുന്നത്. അവിടെ കൂട്ടിയിട്ടേക്കുന്ന പാറകളെ ഉയർത്തുകയാണ് ചെയ്യുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയും വലിയൊരു പാറ ഉയർത്താൻ കാരണം എന്തുമാത്രം ടണ്ണേജ് താങ്ങാനുള്ള ശേഷിയാണ് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു റിമോട്ട് കൺട്രോളിലാണ് ഈ പാറയിലെ ഈ ക്രെയിൻ്റെ വർക്കിങ്ങുകളെല്ലാം നടക്കുന്നുണ്ടോ. ഇതിന് നമ്മുടെ റെയിൽവേയുടെ ട്രാക്ക് പോലത്തെ ഒരു ട്രാക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതുപോലത്തെ ഒരു ചക്രങ്ങളുണ്ട്, ട്രെയിനിൻ്റെ ചക്രങ്ങൾ പോലത്തെ ചക്രങ്ങളും ഈ ക്രെയിനിന് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുമ്പോട്ടേക്കും പുറകോട്ടേക്കും മൂവ് ആവുന്നതാണ്. അതിനുവേണ്ടി അങ്ങ് ആ ഭിത്തിയുടെ അറ്റം വരെ ട്രാക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പുറകെ കിടക്കുന്ന ആ ഒരു ചെറിയ ഒരു പ്ലേറ്റ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതിന് ഇതുപോലെ ട്രാക്കുകളുണ്ട്, അല്ലെങ്കിൽ ചക്രം ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ ഉയർത്തി വെച്ച പാറ കൊണ്ടുപോയി വയ്ക്കുന്നത്. എന്നിട്ടാണ് അത് കട്ടിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഇത് അവനത് ഉയർത്തിയതിന് ശേഷം ഉണ്ടോ ആ ക്രെയിൻ നീങ്ങി തുടങ്ങിയിരിക്കുന്നത്. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു റിമോട്ട് കൺട്രോളിലാണ് ഇതിപ്പോൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സാവധാനമാണത്, അത്രയും വെയിറ്റ് ഉള്ളതല്ലേ അതുകൊണ്ട് വളരെ സാവധാനമാണത് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭായി പാറയെല്ലാം ആ കട്ട് ചെയ്തേക്കുന്ന പാറ ഷേപ്പിലാക്കി, ചതുര ഷേപ്പിലാക്കി. അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ക്രെയിൻ്റെ ബാക്കിൽ പാറ കൂടി കിടക്കുന്നുണ്ടോ, ആ പാറയും ഇതുപോലെ ഇവർ ഷേപ്പിലാക്കി കട്ട് ചെയ്തെടുക്കും. എന്നിട്ടാണ് ഈ നമ്മുടെ ബാക്കി ഗ്രാനൈറ്റ് കട്ടിങ് പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അകത്ത് അതിൻ്റെ കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല സൗണ്ടാണ് ഇതിൻ്റെ. ഈ പാറയിൽ മെഷീൻ ഇത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിന് അതീവ സൗണ്ടാണ് ഇവിടെ എന്നുള്ളത്. ശബ്ദം ഭയങ്കരമാണ്. പക്ഷെ ഞാനിത് വീഡിയോ ചെയ്യാൻ നേരത്തെ ആ ശബ്ദം കുറച്ചിട്ട് ഇടാം. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ ശബ്ദം കുറച്ചതിന് ശേഷം ഇടാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ആ ശബ്ദം കേട്ടിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഇവിടെ നിന്നിട്ട് തന്നെ ഭയങ്കര അസഹനീയമാണ് ആ ശബ്ദം. ഈ നമുക്കറിയാം ഇത്രയും വലിയൊരു പാറ ബ്ലേഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അതുമായിട്ടുള്ള കട്ട് ചെയ്യുമ്പോൾ എന്തുമാത്രം സൗണ്ട് ഉണ്ടാകും. നമ്മൾ സാധാരണ വെൽഡിങ്ങിന് അല്ലെങ്കിൽ അതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദം എന്തുമാത്രം ഉണ്ടോ നമുക്കറിയാവുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു പാറ കട്ട് ചെയ്യുമ്പോൾ വരുന്ന ശബ്ദം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അവനത് കറക്റ്റായിട്ട് അത് വിലങ്ങനെയാക്കി അതിന് ശേഷം ആ ഒരു റാക്കിലേക്ക് അതെടുത്ത് വെക്കുകയാണ്. ആ പാറ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റാക്കി നോക്കിയതിന് ശേഷമേ ഉള്ളൂ അത് വെക്കത്തുള്ളൂ. അതിനും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ട്രെയിനിൻ്റെ ചക്രങ്ങൾ പോലത്തെ ചെറിയ ചക്രങ്ങളുണ്ട്. അത് ക്രോസ് ആയിട്ട് വിലങ്ങനെയാണ് അതിൻ്റെ ട്രാക്ക് പോയിരിക്കുന്നത്. അതായത് ആ കട്ടിങ് ചെയ്യുന്ന മെഷീൻ്റെ അടുത്തേക്കാണ് അത് അങ്ങോട്ടേക്ക് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മുമ്പിലേക്കും ബാക്കിലേക്കും ഇപ്പോൾ ഈ വലിയ ക്രെയിൻ വരുന്ന പോലെ ആ ഒരു പൊസിഷനിലേക്ക് അതിനെ നീക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം ഇതാണ് നമ്മൾ ആ പാറ മാറ്റിയതിന് ശേഷമുള്ള കാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ. നമ്മൾ മുമ്പേ കണ്ട ആ ഉയർത്തിയ പാറ പോലത്തെ തന്നെ വേറൊരു പാറയാണ്. അതിൻ്റെ അടിയിൽ കൂടെ ചെങ്ങല അവർ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് മുമ്പേ കാണിച്ച പാറ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം അപ്പോൾ അകത്ത് കട്ട് ചെയ്തൊരു പീസ് ഉണ്ടായിരുന്നു. ആ ഒരു പീസ് അവർ ഇവിടെ വെളിയിൽ കൊണ്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ നല്ല ഷേപ്പായിട്ടിരിക്കുന്നതാണ്. ഇതിനെ ഇനി പോളിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്ത് മാറ്റുന്ന പോലെ കട്ട് ചെയ്യത്തില്ല. ഇതുണ്ടോ പകുതി ഇങ്ങനെ വെച്ചതിന് ശേഷമേ ഉള്ളൂ വരഞ്ഞിട്ടേക്കുന്നുണ്ട് ബ്ലേഡ് ഉപയോഗിച്ച്. അതിനുശേഷം അത് അടർത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെയിൽവേ ട്രാക്ക്, ആ ട്രാക്കിലൂടെയാണ് ഇത് അവിടെ കൊണ്ടുപോയതിന് ശേഷം ആ റാക്ക് കണ്ടു. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പേ കണ്ട കല്ല് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇത്രയും വലിയൊരു മെഷീൻ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. അപ്പം എപ്പോഴും അതിലേക്ക് വെള്ളവും പമ്പ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ഹീറ്റ് വരും. കാരണം ഇത്രയും പാറ ഈ ഒരു വലിയ ബ്ലേഡ് ഉപയോഗിച്ച്, ഈ ഒരു പാറയാണ് കണ്ടോ, ആ പാറയുടെ വലിപ്പം അതിലൊക്കെ നമ്പരൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു പാറയാണ് നമ്മൾ ഇതുപോലെ ഷേപ്പ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്യുന്നത്. ഇവിടെ കട്ട് ചെയ്തൊരു പാറ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, വരഞ്ഞ് കണ്ടോ, ആ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കൂടെ ഗ്യാപ്പ് കാണാം. അത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റത്തില്ല. അതിനുശേഷം ഇവരത് അടർത്തി മാറ്റുകയാണ്. ഓരോ ലെയറായിട്ട് അതിൽ അടർത്തി മാറ്റുമ്പോൾ അത് പൊട്ടി അങ്ങ് പോരും. അത് കറക്റ്റ് ഷേപ്പിൽ അങ്ങ് പൊട്ടി പോരും. അങ്ങനെയാണ്. അപ്പോൾ ആ മെഷീൻ്റെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന മെഷീൻ്റെ കൺട്രോൾ പാനലാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ നമ്മുടെ പാറ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കുറച്ച് മുമ്പേ കണ്ട എടുത്തു വെച്ച ആ പാറയില്ല, ആ ചതുരത്തിലായി ഷേപ്പാക്കിയ പാറേനെ വീണ്ടും ചെറിയ ചെറിയ ഗ്രാനൈറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റിൻ്റെ ആ ഒരു ചെറിയ സ്ലോട്ടുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടോ, പീസുകളാക്കി അവരവിടെ മാറ്റിക്കൊണ്ടിരിക്കുക. എപ്പോഴും അതിലേക്കൊരു ആ മെഷീനിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഹീറ്റായിരിക്കും. കാരണം ഈ ഒരു പാറ കട്ട് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ, അതുപോലെ ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദമാണ്. ഇതൊക്കെ ഈ ബ്ലേഡ് ഇതിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഇത് കട്ട് ചെയ്യില്ലേ, എന്നാൽ ഒരുപാട് തവണ ഇങ്ങനെ ആ ഒരേ ഒരു പോയിന്റിലൂടെ കട്ട് ചെയ്തതിന് ശേഷമാണ് അത് അത്രയും ഒരു താഴ്ചയിലേക്ക് ആ ഒരു പാറേനെ കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളവും പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മെഷീൻ്റെ ആ പാനലിൽ തന്നെയാണ് അതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഒരേ ഒരു പോയിന്റ്, അവർ ഓരോ പോയിന്റ് വെച്ചിട്ടുണ്ട്, ഇത്ര അകലത്തിൽ കട്ട് ചെയ്യണമെന്ന് ഉള്ളത് ഈ ഒരു മെഷീൻ, ഈ കൺട്രോൾ പാനലിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുക. അപ്പം ഒരു ലെയർ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ആ മെഷീൻ ആ റാക്ക്, നമ്മൾ ആ റെയിൽവേയുടെ ആ ലൈൻ പോലത്തെ സാധനം, ആ വെച്ചേക്കുന്ന റാക്ക് ആ ഒരു സെൻറ്റിമീറ്റർ, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ 1 സെൻറ്റിമീറ്റർ ഫ്രണ്ടിലേക്ക് നീങ്ങും. അപ്പോൾ ആ ബ്ലേഡ് വീണ്ടും ആ ഒരു കറക്റ്റായിട്ടുള്ള അതിൻ്റെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരുപാട് മണിക്കൂറുകൾ കട്ട് ചെയ്താലേ ഉള്ളൂ ആ ഒരു ലെയർ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒറ്റ പീസായിട്ടുള്ള ഗ്രാനൈറ്റ് ആയിട്ട് അത് മാറത്തുള്ളൂ. കാരണം ഇത്രയും വലിയൊരു പാറേനെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് നമുക്ക് സമയം എടുക്കും. ഇപ്പം നമുക്കത് തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തുമാത്രം സമയം എടുത്തിട്ടാണ് ആ ഒരു മെഷീൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറ സ്ഥലത്തേക്ക്, അല്ലെ ആ ഒരു പാറയുടെ ഒരു ഫുൾ ലെങ്ത് ആ ഒരു കട്ട് ചെയ്ത് മാറ്റുന്നത് നമുക്ക് കാണാൻ വേണ്ടി. ആ പാറയിൽ തന്നെ അവർ അടയാളങ്ങൾ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് അടയാളങ്ങൾ ഇട്ടേക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ് ആ പാറ കട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ഇവിടെ നമ്മൾ വരാൻ നേരത്തെ കട്ട് ചെയ്തേക്കുന്ന ഗ്രാനൈറ്റ് പോളിഷ് ചെയ്ത് കണ്ടോ വെച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് അതെല്ലാം പൊടി പിടിച്ചിരിക്കുകയാണ്. ഇപ്പോഴേ എപ്പോഴും പൊടിയാണ്, അതുപോലെ നല്ല ശബ്ദമാണ്. പോളിഷ് ചെയ്യാനുള്ള ഗ്രാനൈറ്റുകളും അവിടെ ഇരിപ്പുണ്ട് കട്ട് ചെയ്ത്. അതിലൊക്കെ ഓരോന്നിലൊക്കെ ഓരോ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓർഡർ അനുസരിച്ച് ഇത്ര പീസുകൾ ഓർഡർ അനുസരിച്ച് ഓരോരുത്തർക്ക് കൊടുത്തു വിടുമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള നമ്പറുകളും കാര്യങ്ങളൊക്കെയാണ് അതിലിട്ട്. ഇവിടെ ഇപ്പോൾ വരാൻ നേരത്തെ ആ ഗ്രാനൈറ്റിൻ്റെ മേളിൽ തന്നെ ഒരു കട്ടിൽ, ഒരു മറ്റേ കെട്ടി വെച്ച കട്ടിലില്ല, അത് വെച്ചിട്ടുണ്ട്. അത് ഇവർക്ക് ഇടയ്ക്ക് ഈ ജോലിയുടെ ഇടയ്ക്ക് വിശ്രമിക്കാൻ, ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വിശ്രമിക്കാൻ വേണ്ടി അവർ തന്നെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ബായി ആ ഗ്രാനൈറ്റ് കട്ട് ചെയ്ത ഗ്രാനൈറ്റ് അവിടെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ നിന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ കട്ട് ചെയ്യുന്ന വെള്ളം ആ ഒരു അടിയിൽക്കൂടെ അവിടെ ഒരു പാത്തി പോലെ വെച്ചിട്ടുണ്ട്, ഓട പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൂടെ പോവുകയാണ്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ പീസ് എന്ന് പറഞ്ഞാൽ കണ്ടോ, അത് കുറച്ച് റഫായിട്ടുള്ള പീസാണ് കണ്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഓരോ ഷേപ്പ്. ആ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് വരഞ്ഞ് നമ്മൾ ഈ മീനൊക്കെ വരഞ്ഞ് വെക്കത്തില്ലേ മുളക് തക്കാൻ വേണ്ടി, അതുപോലെ അത് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ അടർത്തി എടുത്തിട്ടാണ് ഇവർ ഈ പോളിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. പോളിഷ് ചെയ്യുന്നൊരു മെഷീനാണ് ഈ കാണുന്നത്. അതുപയോഗിച്ച് ഒരുപാട് നേരം ഇങ്ങനെ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രതലത്തിൽ, ആ കട്ട് ചെയ്തെടുത്ത പാറയുടെ ആ പ്രതലത്തിൽ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ അത് പോളിഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാണുന്ന ആ ഒരു ഷേപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു മിനുസമാർന്ന ഒരു പ്രതലമുണ്ട്, അതിലേക്ക് നമ്മുടെ ഗ്രാനൈറ്റ് പാളികൾ വരുന്നതെന്ന് പറഞ്ഞാൽ. അതിലും ഇതുപോലെ ഒരു പൈപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. അതിലും ഇങ്ങനെ പോളിഷ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വെള്ളം അവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അതും എല്ലാം ടൈമാണ് സെറ്റ് ചെയ്ത് വെച്ചാൽ, ആ മെഷീനിൽ തന്നെ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ ഇത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ്. കാരണം അതുകൊണ്ടോ ഇപ്പോൾ അതിന് ഏകദേശം ഒരു മിനുസം വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും കുറച്ചുകൂടെ ചെയ്താലേ ഉള്ളൂ കറക്റ്റ് ആ ഒരു ഫിനിഷിങ്ങിലേക്ക് അത് വരത്തുള്ളൂ. ഒരുപാട് നേരത്തെ അവൻ്റെ അധ്വാനമാണ് ഈ ഒരു ഗ്രാനൈറ്റ് പാളി ഉണ്ടാക്കിയെടുക്കുക. ചിലപ്പോൾ അത് 1 മണിക്കൂറും 2 മണിക്കൂറും മേളിലൊക്കെ ഈ ഒരു ഒറ്റ പീസ് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി അവനെടുക്കും. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഇതുപോലെ ഭായിമാർ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തേക്ക് അപ്പുറം ഇതുപോലെ തന്നെ ഒരു പോളിഷ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെയും ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭായിയുടെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മനോഹരമായ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ.
ഇതുപോലെ ഒരുപാട് ആളുകളുടെ ഒരുപാട് നേരത്തെ ശ്രമകരമായ ജോലിയുടെ ഫലമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നേരത്തെ പോളിഷ് ചെയ്തതിൻ്റെ ബാക്കി ഒരു പോളിഷ്, ആ മെഷീൻ കറങ്ങുന്ന ആ പോളിഷ് ചെയ്യുന്നതിൻ്റെ അറ്റത്തൊരു സാധനം ഘടിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഈ പാറയെ പോളിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ കല്ലും അതുപോലെ പോളിഷ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ഈ താഴെ വെച്ചേക്കുന്നുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്തെടുത്ത കല്ലുകൾ അങ്ങനെ തന്നെ താഴെ അവർ വെച്ചിരിക്കുകയാണ്. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് പോളിഷാക്കി കറക്റ്റ് ആ ഒരു ഗ്രാനൈറ്റ് എന്ന് പറയുന്ന, നമ്മൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് കറക്റ്റ് അതേപോലെ തന്നെ ആ പാറയിൽ നിന്ന് ഇങ്ങനെ റെഡി ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. അതിൽ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഇന്നല്ല, അടുത്ത ദിവസം തിങ്കളാഴ്ച ഏതാണ്ട് കയറി പോകാനുള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങ് അപ്പുറ സൈഡിലും ഒരു ബായി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ തന്നെ മാർബിളുകൾ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നമ്പർ ഇട്ടാതെ ഓരോരുത്തർക്ക് കയറ്റി വിടാനുള്ള സാധനം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കട്ട് ചെയ്ത മെഷീൻ്റെ പിൻഭാഗമാണ് ഈ കാണുന്നത് പറഞ്ഞാൽ. അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളം ഇതുപോലെ ഒരു ഓട പോലെ സെറ്റ് ചെയ്തിട്ട് ഒരു ചാല് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടോ. ഇതാണ് ആ പാറ. ഇത്രയും വലിയ പാറയാണ് നമ്മൾ ഗ്രാനൈറ്റുകളായിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ കട്ട് ചെയ്ത് ആ കട്ടിങ്ങിൽ വെള്ളം ഒഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, എപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കില്ല. ആ വെള്ളം ഇതുകൊണ്ടോ ഇതുപോലൊരു ചാല് പോലെ ഉണ്ടാക്കി, ഓട പോലെ ഉണ്ടാക്കിയതിന് ശേഷം അതവിടെ വന്നു. അപ്പോൾ നമ്മുടെ ബായി കുറച്ച് നേരം വർക്ക് ചെയ്തതിന് ശേഷം ക്ഷീണിച്ച് അവനപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. പാവം, രാവിലെ മുകളിലെ ജോലിയായിരിക്കും. ഇവിടെ എല്ലാം ഓരോ ഗ്രാനൈറ്റ് പീസുകൾ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവൻ്റെ താൽക്കാലിക വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. നല്ല പൊടിയാണ്. എന്തൊക്കെയോ കണക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശമ്പളത്തിൻ്റെ കണക്കുകളൊക്കെ ഇതെല്ലാം ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ അവരുടെ ആരാധിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഫോട്ടോയുണ്ട്. ഞാൻ ഇതുവരെ കണ്ടില്ല, ഏതൊരു പ്രതിഷ്ഠയാണെന്നറിയത്തില്ല, അവിടെ ഉണ്ട്. അപ്പം ഇതാണ് അവൻ്റെ കുടുംബവും എന്ന് പറഞ്ഞാൽ. ഇവർ ഇവിടെ തന്നെയാണ് താമസം. നമ്മുടെ ഈ ഭായിമാരെല്ലാം ഇവിടെ തന്നെയാണ് താമസം. ഇപ്പോൾ അതിൻ്റെ മേളിലോട്ടൊരു സ്റ്റെയർ കണ്ടില്ല, അതിൻ്റെ മുകളിൽ ആ സ്റ്റെയർ കയറി ചെല്ലുന്നത് അവർക്കൊരു റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്ന പോലത്തെ നമ്മൾ താമസിക്കുന്ന പോലത്തെ റൂം, ഒരു സാധാരണ ഒരു റൂം, ഒരു 4 ചുമരിനുള്ളിൽ അവന് കിടക്കാനുള്ള ഒരു ഒറ്റമുറി സംഭവമാണെന്ന് പറഞ്ഞാൽ. അവിടെ തന്നെ ആയിരിക്കും അവൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ടേക്കൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പോയില്ല. അവിടെ പോയി കണ്ട്, പക്ഷേ എടുത്തില്ല. അവൻ്റെ സ്വകാര്യതയിലേക്ക് ചെന്ന് ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ വീണ്ടും കറങ്ങി ഇതിൻ്റെ ഇപ്പുറ സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും കട്ടിങ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ആ പാറയുടെ കട്ടിങ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ബ്ലേഡിൻ്റെ മൂർച്ച ഒന്ന് ആലോചിച്ചു, എന്തുമാത്രം മൂർച്ച ഉണ്ടായിരിക്കും ആ ഒരു ബ്ലേഡിന് ഇത്രയും വലിയൊരു പാറയെ കട്ട് ചെയ്യണമെങ്കിൽ. അതിൻ്റെ ഇടയ്ക്കെങ്ങാനും പെട്ടുപോയുള്ള അവസ്ഥ തീർന്ന്. പക്ഷേ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു സാധനം ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. കുറച്ച് നേരമൊക്കെ കണ്ടിരിക്കാൻ പറ്റില്ല, കാരണം ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ശബ്ദമാണ് വരുന്നതെന്ന് പറഞ്ഞാൽ. ഈ പാറയിൽ ഈ ബ്ലേഡ് കൊണ്ട് വരയുമ്പോൾ ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ അസഹനീയമായിട്ടുള്ളൊരു ശബ്ദമാണ് വരുന്നത്. എന്നിരുന്നാലും ഇത് കാഴ്ച കാണാൻ നല്ല മനോഹരമായത് കാരണം നമ്മൾ ചെവി പൊത്തിപ്പിടിച്ചാണല്ലോ അവിടെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാനൈറ്റ് ഉണ്ടായി വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു സാധനം കാണുന്നുണ്ട്. ഗ്രാനൈറ്റൊക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇത് ഉണ്ടായി വരുന്നത്, അല്ല ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞാൽ. ഇതുണ്ടോ അതിൻ്റെ ആ പൊടിഞ്ഞ പീസുകളൊക്കെ ഇല്ലേ, ഗ്രാനൈറ്റ് ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പോൾ താഴെ പോയൊക്കെ പൊട്ടും ഇത്. അപ്പോൾ അതൊന്നും അവർ വിഷയമാക്കത്തില്ല. അങ്ങനെ താഴെ പോയെന്ന് പൊട്ടുന്ന പീസും പിന്നെ ആ പാറ 4 ചതുരത്ത് പീസ് കട്ട് ചെയ്യുമ്പോൾ ഉള്ള അതിൻ്റെ ബാലൻസ് വരുന്ന വേസ്റ്റ് അല്ലേ, അതുമൊക്കെയാണ് ഈ ഫാക്ടറിയുടെ വെളിയിൽ ഇങ്ങനെ അവർ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു പെട്ടിക്കടയാണ്. ഞായറാഴ്ച കാരണം അത് തുറന്നില്ല. ആ കടയുടെ വാതിക്കലും ഈ മാർബിളിൻ്റെ പീസുകൾ കൊണ്ടാണ് ഒരു ഇരിപ്പിടം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടിമരം നമ്മൾ വീണ്ടും കണ്ടു. ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ ഇങ്ങനെ മാർബിളിൻ്റെ ഫാക്ടറികളാണ് കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റ് സൈഡ് കിടപ്പുണ്ട്. അതിൻ്റെ വേസ്റ്റുകൾ, മാർബിൾ ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റുകളും ആ കല്ലിൻ്റെ ബാലൻസും ഒക്കെയാണ് നമ്മൾ അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ, ഇത് കമ്മം എന്ന് പറയുന്ന സ്ഥലമാണ്, തെലങ്കാനയിലെ കമ്മം. ഈ ഒരു സ്ട്രീറ്റ് മുഴുവനും ഗ്രാനൈറ്റ് ഫാക്ടറികളാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പൊടിയാണ് ഇവിടെ. നിങ്ങൾക്ക് റോഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കോൺക്രീറ്റ് ചെയ്തൊക്കെ, എന്നാലും ഭയങ്കര പൊടിയാണ്. കാരണം ഈ ഗ്രാനൈറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇത്
അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇവിടുന്ന് സപ്ലൈ ഉണ്ട്. അതായത് ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രാനൈറ്റുകൾ ഓർഡർ അനുസരിച്ച് ഇപ്പോൾ ട്രെയിലറുകൾ വരും, കണ്ടെയ്നറുകൾ രാത്രി വരും. അപ്പോൾ ഇവിടുത്തെ ലോഡിങ്ങുകാർ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വന്നിട്ട് അത് ഓർഡർ അനുസരിച്ച് കയറ്റി വിടും. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഗ്രാനൈറ്റ് മേടിക്കാൻ വേണ്ടി കടയിലൊക്കെ പോകുമ്പോൾ ആലോചിക്കുക ഇതിങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്കൊക്കെ നേരത്തെ ഗ്രാനൈറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ അടുക്കളയുടെ പണിക്കൊക്കെ എടുക്കാൻ വേണ്ടി പോകാൻ നേരത്ത് നമുക്കറിയത്തില്ല ഈ ഗ്രാനൈറ്റ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. ആദ്യമായിട്ടാണ് ഈ ഗ്രാനൈറ്റ് ഫാക്ടറി ഞാൻ കാണുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പാറ വെട്ടി അതിനെ ഷേപ്പ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഈ സാധനം ഉണ്ടാകുന്നുള്ള ആദ്യമായിട്ടുള്ള ഒരു അറിവാണ്. ആദ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. ഇവിടെ വന്ന് ആ ബായിയോട് ചോദിച്ചപ്പോൾ അവൻ എടുത്തോളാൻ പറഞ്ഞ്, വീഡിയോ എടുത്തോളാൻ പറഞ്ഞ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചു കേട്ടോ, അവനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ. ഇതുപോലെ ഒരുപാട് ആളുകളുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും എത്തുന്നത്. പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ ഏത് കല്ലിലും ഒരു ശില്പം ഉണ്ടെന്ന് പറയുന്നത് പോലെ അത് എത്തേണ്ട ആളുകളുടെ കയ്യിൽ എത്തിയതിന് ശേഷം എത്തിയാൽ മാത്രമേ ഉള്ളൂ അത് കറക്റ്റായിട്ട് ആ ഒരു ശില്പത്തിൻ്റെ രൂപത്തിലേക്ക് വരത്തുള്ളൂ. അതുപോലെയാണ് ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇത്രയും വലിയൊരു പാറ അവനിപ്പം ബാക്കിൽ അവർ അത് കട്ട് ചെയ്ത മാർബിളുകൾ മുറിച്ച് മാറ്റി എടുത്തുകൊണ്ട് പോവുകയാണ്. അത്രയും വലിയൊരു പാറ അത് ഇവിടെ കൊണ്ടുവന്ന് ഷേപ്പ് ചെയ്ത് അതിന് ആ ഷേപ്പിൽ മുറിച്ച് പോളിഷ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ വീടുകളിലേക്ക് ഇത് എത്തുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നല്ല ചൂടാണ്. നമ്മൾ തെലങ്കാനയിലൂടെയുള്ള യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. ഇന്ന് ഞായറാഴ്ച സാധാരണ ലോഡൊന്നും ഇറക്കിയില്ല. അവിടെ വണ്ടി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ഇതാണ് നമ്മളുടെ കൂടമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കാണ്. വണ്ടി കിടക്കുന്നുണ്ട്, വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കാണ്. നല്ല ചൂടാണ്. തെലങ്കാന ആന്ധ്രയിലൊക്കെ നല്ല ചൂടാണ്. കേരളത്തിലൂടെ നല്ല ചൂടാണെന്നാണ് അറിയുന്നത്. ഇപ്പോൾ എല്ലാവരുമൊക്കെ ഒരുപാട് വെള്ളമൊക്കെ കുടിക്കുക. ചൂടത്ത് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് സേഫായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ യാത്രാ വീഡിയോകളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.